വാട്സപ്പിൽ പേഴ്സണലായിട്ടും ഗ്രൂപ്പിലുമൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് സുഹൃത്തുക്കൾക്ക് റീപ്ലൈ ആയിട്ട് സ്റ്റിക്കേഴ്സും ഇമോജിയും ഒക്കെ അയക്കാറില്ലേ? അതിന് പകരമായിട്ട് മലയാള സിനിമയിലെ നല്ല തഗ് ഡയലോഗുകൾ റീപ്ലൈ ആയിട്ട് കൊടുത്താലോ? ഇതുപോലെയുള്ള ഡയലോഗുകൾ. എന്തോ എങ്ങനെ യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. സത്യമാണോ ഈ പറയുന്നത്? സൂപ്പറാകൂലേ? അപ്പോൾ ഉരുളക്കുപ്പേരിയായിട്ടുള്ള ഗംഭീരമായ മലയാള സിനിമയിലെ ഇതുപോലെയുള്ള ഡയലോഗുകൾ ഇനി നമുക്ക് വാട്സപ്പിൽ റീപ്ലൈ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ QR കോഡ് ഉണ്ട്, യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതൊന്നും ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം പുതിയൊരു മെത്തേഡ് പറയുന്നുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ അടിപൊളി ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഒരു പെർമിഷൻ കൊടുക്കണം. ഇവിടെ ആലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആലോ കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആക്ടേഴ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാബുവേട്ടൻ, ശശി, ദശമുലം ദാമു, ദിലീപ്, ഇന്നസെൻറ്റ്, ജഗതി, കരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി കാറ്റഗറി ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഓരോന്ന് ഓപ്പൺ ചെയ്താലും അതിനകത്ത് നിരവധി ഡയലോഗുകൾ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ കാണുന്ന ഡയലോഗുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കണമെങ്കിൽ ആ ഡയലോഗിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ വിവരമുള്ളതുകൊണ്ട് എന്ന് കാണുന്ന ഇത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിപ്പോ വിവരമുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഇവരൊക്കെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ഓരോ കാറ്റഗറിയും ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ളതൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇമോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ അനുസരിച്ചിട്ടുള്ള കാറ്റഗറി തിരഞ്ഞെടുക്കാനാണ്. ഇതിനകത്തും പല സിനിമകളിലെ ഡയലോഗാണ് ഉണ്ടാകുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. അതുപോലെ തന്നെ ഏറ്റവും അവസാനം മൂവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഓരോ സിനിമകളിലെയും വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ ഇതിനകത്ത് വേർതിരിച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി എങ്ങനെയാണ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഏതെങ്കിലും സുഹൃത്ത് വാട്സപ്പിലെ ഗ്രൂപ്പിലോ പേഴ്സണലോ ഒക്കെ ആയിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് തമാശ രൂപേണയുള്ള ഒരു റീപ്ലൈ കൊടുക്കണമെങ്കിൽ നമുക്ക് ഏത് കാറ്റഗറിയാണ് വേണ്ടത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് ഡയലോഗാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ഇവിടെ ഷെയർ ബട്ടൺ കാണാം. നിങ്ങൾ ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് കൊടുക്കുക. ഡുവൽ വാട്സപ്പ് ആണെങ്കിൽ ഏത് വാട്സപ്പിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് അയാളെ സെലക്ട് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് ഓഡിയോ മെസ്സേജ് ഇതുപോലെ സെൻഡ് ആകുന്നതാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത്തരത്തിലുള്ള നിരവധി ഡയലോഗുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇനി QR കോഡ് സ്കാൻ ചെയ്തിട്ടും ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്നും വെബ്സൈറ്റിൽ വന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ ഈ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ഞാനിത് സ്ക്രീനിലും വരിങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ടെക്ക് എന്ന് എഴുതിയതിന് ശേഷം ഒരു ഡോട്ട് ഉണ്ട്, അതിനുശേഷം ഫ്രഷ് ജോബ് വേൾഡ് എന്ന് ഒരുമിച്ച് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഡോട്ട്, ശേഷം കോം എന്ന് ടൈപ്പ് ചെയ്യുക. ഈ അഡ്രസ്സ് സ്പെല്ലിങ് തെറ്റാതെ എഴുതിയിട്ട് ജസ്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം വാട്സപ്പിൽ സിനിമയിലെ ശബ്ദ ഡയലോഗുകൾ അയക്കാമെന്ന് പറയുന്ന പോസ്റ്റർ ഉണ്ട്. ഇനി നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ആ ഒരു പോസ്റ്റർ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഇടതുഭാഗത്തുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഫണ്ണി എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. എന്നാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റർ ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ റീഡ് മോർ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക, ഓറഞ്ച് കളറുള്ള ബട്ടൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്തിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.